ഹായ് ഡേയ്സ്, ഹലോ ഇൻവെസ്റ്റേഴ്സ്, ഇത് സിയാദ് ഇലിഗൽ. എല്ലാ വീക്കെൻഡുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് നമുക്ക് കിടക്കാം. നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഗ്ലോബൽ ഈവൻറ്റുകൾ, ഡിവിഡൻഡ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ 3 ദിവസത്തെ ഒരു വലിയൊരു അവധിയിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു അവധി ദിവസത്തിൽ സംഭവിച്ചു. ഇതിൽ ആദ്യത്തെ ഒരു ഒരു വാർത്ത എന്ന് പറയുന്നത്, പുടിനും ഡൊണാൾഡ് ട്രംപും തമ്മിൽ 7 വർഷത്തിന് ശേഷം അലാസ്കയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഡീലുകളൊന്നും തന്നെ സൈൻ ചെയ്തിട്ടില്ല. അതായത് ട്രംപ് ഉക്രൈനുമായുള്ള വാറ് നിർത്തി അല്ലെങ്കിൽ നിർത്താനായിട്ടുള്ള പദ്ധതി ഉണ്ട് എന്നുള്ളൊരു പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ലെങ്കിൽ കൂടിയും സൗഹൃദപരമായിട്ട് ഇരു രാജ്യങ്ങളുടെ നേതാക്കൾ പിരിഞ്ഞു എന്നുള്ളത് പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. അതിനുശേഷം ഇപ്പോൾ പുതിയൊരു ന്യൂസ് ഉള്ളത്, ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും ട്രംപും തമ്മിൽ വീണ്ടും കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണെന്നുള്ളതാണ്. വീണ്ടും കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ് എന്നുള്ളത് ഉദ്ദേശിക്കുമ്പോൾ അവസാനത്തെ അവരുടെ ഒരു കൂടിക്കാഴ്ചയും അതുണ്ടാക്കിയ പുകിലുകളെല്ലാം തന്നെ നമുക്ക് ഇപ്പോഴും അത് ഓർമ്മയിലുണ്ട്. ഇനി നമ്മളുടെ ഇൻഡിപെൻഡൻസ് ഡേയിൽ 103 മിനിറ്റ് ദൈർഘ്യമുള്ള വലിയൊരു സ്പീച്ച് PM മോഡിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. വളരെയധികം എനർജറ്റിക്കായ രീതിയിൽ ഉള്ള ഒരു സ്പീച്ച്. ഇതിനോട് അനുബന്ധിച്ചുള്ള ഒരു ന്യൂസ് ഉള്ളത്, നമ്മുടെ GST, നിലവിലുള്ള GST അത് റീസ്ട്രക്ചർ ചെയ്യുകയാണ് എന്നുള്ള ഒരു കാര്യമാണുള്ളത്. അതായത് ഇപ്പോൾ നിലവിലുള്ള 18% GST അത് ഫുഡ്, അതല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള ഐറ്റത്തിനെല്ലാം തന്നെ 5% മാറ്റിയേക്കാം എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് ഒഫീഷ്യലായിട്ട് അനൗൺസ്മെൻറ്റ് നടത്തും. എന്നാൽ സെയിം ടൈം ടൊബാക്കോയുടെ എല്ലാം തന്നെ GST 48% ഉയർത്തും, 40 അല്ലെങ്കിൽ 48% ഉയർത്തും എന്നുള്ള ന്യൂസുകളും കൂടി വരുന്നുണ്ട്. ഇനി ഇന്ത്യ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഡിസ്കൗണ്ട് റേറ്റിൽ ഓയിൽ വാങ്ങുന്ന പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്നും കൂടി അഭിപ്രായമുണ്ട്. എന്നാൽ ട്രംപ് വീണ്ടും ഫർദറായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഈ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഇന്ത്യ ഓയിൽ വാങ്ങുന്നതിന് എതിരെ അല്ലെങ്കിൽ ഓയിൽ വാങ്ങുന്നത് കൊണ്ട് ഒരു 25% താരിഫ് അത് മേ ബി ഉണ്ടാകില്ല എന്നുള്ള ഒരു പ്രസ്താവനയും ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഒന്നും സ്റ്റേബിളല്ല, എപ്പോഴും പ്രസ്താവനകളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഇപ്പോൾ ഈവൻ ട്രംപും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഡീലുകളൊന്നും നടന്നിട്ടില്ല. പക്ഷേ വീണ്ടും നാളെ ആയിരിക്കാം റഷ്യക്കെതിരെ വേറെ എന്തെങ്കിലും പ്രസ്താവനയായിട്ട് ട്രംപ് വീണ്ടും വരിക. അപ്പോൾ ഒന്നും തന്നെ ഒരു ധാരണയിലല്ല. യുദ്ധം ഒരു പ്രീ ലോങ് വാറാണ്. പക്ഷേ ഈ തവണ നടക്കുന്ന സെലൻസ്കി ട്രംപ് കൂടിക്കാഴ്ച വരാനിരിക്കുന്ന കൂടിക്കാഴ്ച അത് കുറച്ചും കൂടി റെലവൻ്റ് ആയിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ആയിരിക്കാം. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ള ഡീറ്റെയിൽസിലേക്ക് പതിയെ പോകാം. ആദ്യം അടുത്ത ആഴ്ചയിലെ ഗ്ലോബൽ ഈവൻ്റാണ്. US നിന്ന് ട്രേഡ് ബിൽഡിംഗ് പെർമിറ്റ് ഉണ്ട്. ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് ഓഗസ്റ്റ് 20 ഉണ്ട്. ഓഗസ്റ്റ് 21 ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട്. മാനുഫാക്ചറിങ് PMI ഉണ്ട്. എല്ലാ ടൈമുകളും ഇന്ത്യൻ സമയമാണ്. ചൈനയിലേക്ക് വരുമ്പോൾ ലോൺ പ്രൈം ഡേറ്റ ഓഗസ്റ്റ് 20, ഓഗസ്റ്റ് 18 യൂറോസോണിൻ്റെ ട്രേഡ് ബാലൻസ്, PPIയുടെ ഇൻപുട്ട് ഡേറ്റ, ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നുണ്ട് യൂറോസോണിൻ്റെ, ജർമ്മനിയുടെ PPI ഡേറ്റ, ജർമ്മനിയുടെ GDP ഡേറ്റ, UK CPI ഇൻഫ്ലേഷൻ ഡേറ്റ. ഡേറ്റ് കൃത്യമായിട്ടുണ്ട്, ഓഗസ്റ്റ് 20, 11:30 AM. ഇന്ത്യയിൽ നിന്ന് MBC മിനിറ്റ്സ് ഓഗസ്റ്റ് 21. എല്ലാത്തിൻ്റെയും ഇന്ത്യൻ ടൈമാണ് കൊടുത്തിരിക്കുന്നത്. അതാത് രാജ്യത്തെ ഈവൻറ്റുകളും അതിനെ സംബന്ധിച്ചിട്ടുള്ള ഇന്ത്യൻ ടൈമും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ US നിന്ന് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ ഓഗസ്റ്റ് 21, പിന്നെ ഓഗസ്റ്റ് 20 ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് ആണ് US നിന്നുള്ള പ്രധാന ഈവൻറ്റ്. അപ്പോൾ ഓരോ പൊസിഷൻസ് എല്ലാം നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഇത്തരം ഈവൻറ്റുകൾ ഉണ്ടോ, അത് എത്തരത്തിലായിരിക്കാം ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഓവർനൈറ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. ഗ്ലോബലി മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ കാണാം ഡോയും നാസ്ഡാക്കും മിക്സ്ഡ് ആയ രീതിയിലും, അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റ് മിക്സ്ഡ് ആയ രീതിയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. അപ്പോൾ വീക്കെൻഡുകളിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് വേണം കരുതാൻ. IPO വരുമ്പോൾ ക്ലോസ് ആവാൻ പോകുന്ന IPO ഓഗസ്റ്റ് 21 ശ്രീജി ഷിപ്പിംഗ് ഗ്ലോബൽ കമ്പനി ഉണ്ട്. അതിൻ്റെ IPO ഓപ്പൺ 19 ഉള്ളത്. ഓഗസ്റ്റ് 21 അതിൻ്റെ ക്ലോസ്. കൂടാതെ തന്നെ പട്ടേൽ റീറ്റെയിൽ ഓഗസ്റ്റ് 19 ഓപ്പൺ, IPO ക്ലോസ് കാണാം ഓഗസ്റ്റ് 21. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഡിവിഡൻഡ് ഡീറ്റെയിൽസും ഉണ്ട്. അത് നമ്മുടെ ട്രേഡബിൾ ടാബിൽ ഡിവിഡൻഡ് ഡീറ്റെയിൽസും എടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ന്യൂസിൽ ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയാൽ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലാണ് ഇത്തരത്തിലുള്ള ഡേറ്റാസ് ഉള്ളത്. റിസൾട്ട്, കലണ്ടർ, അതുപോലെ IPO,
ഡിവിഡൻഡ് ഏതൊക്കെ ദിവസമാണ്, എത്ര രൂപയാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അവിടെ അറിയാൻ സാധിക്കും. ഈവൻ ഗ്ലോബൽ ഈവൻറ്റ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഗ്ലോബൽ ഈവൻറ്റുകളും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളുടെ വാർത്തകളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. നമുക്കറിയാം ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിലെല്ലാം തന്നെ നിഫ്റ്റി 50-ലുള്ള കമ്പനീസിൻ്റെ റിസൾട്ടുകളെല്ലാം തന്നെ ഓൾമോസ്റ്റ് വന്നു കഴിഞ്ഞു. ലെമൺ ട്രീ ഹോട്ടൽ ഇവരുടെ ഒരു സബ്സിഡിയറി കമ്പനി 5 സ്റ്റാർ ഹോട്ടൽ ഡൽഹിയിൽ കൺസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ളൊരു ഓർഡർ ലഭിച്ചു. JK സിമെൻറ്റ് കമ്പനി ഇവർ 4805 കോടി രൂപ ഗ്രീൻഫീൽഡ് എക്സ്പാൻഷൻ പ്രൊജക്റ്റ് പഞ്ചാബിൽ ചെയ്യാനായിട്ട് ധാരണയായി. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകൾ മാത്രമാണ്. M&Mൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു അപ്ഡേറ്റ്സ് ഉള്ളത്, M&Mൻ്റെ ഫ്യൂച്ചർ SCV അവർ NUIQ മൊഡുലാർ മൾട്ടി എനർജി പ്ലാറ്റ്ഫോമിൽ 2027 കൂടിയിട്ട് ഇന്ത്യയിലേക്കും വിദേശത്തേക്കും വേണ്ടി എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഇവർ പ്രൊഡക്ഷൻ ആരംഭിക്കുമെന്നുള്ള വാർത്തകളുണ്ട്. ജിൻഡാൽ പോളി 197 നിന്ന് 92 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. ഈസി ട്രിപ്പ് 32 കോടി രൂപയിൽ നിന്ന് 1 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. ഓറിയൻ്റ് ഗ്രീൻ പവർ 12 നിന്ന് 28 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. KDDL കമ്പനി 17 നിന്ന് 20 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. നാഷണൽ ഫെർട്ടിലൈസർ 41 കോടി രൂപയായിരുന്നു കഴിഞ്ഞ തവണത്തെ നഷ്ടം, അത് 32 കോടി രൂപയിലേക്ക് കുറച്ചു കൊണ്ടുവരാൻ പറ്റി. ജയ്കോർപ്പ് 13 നിന്ന് 104 പ്രോഫിറ്റ് ഉയർത്തി. തിരുമലി കെമിക്കൽ കമ്പനി 5 കോടി രൂപയുണ്ടായിരുന്ന പ്രോഫിറ്റ് ഇത്തവണ 60 കോടി രൂപ ലോസ്. സ്പന്ദന സ്പൂട്ടി ഫിൻ കമ്പനി 55 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടായ കമ്പനി ഇത്തവണ 360 കോടി രൂപ ലോസ്. ഐഡിയയുടെ റിസൾട്ട് വന്നു. റിസൾട്ട് ലോസ് വൈഡൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ 6430 കോടി രൂപ ലോസ്, ഈ തവണ 6608 കോടി രൂപ ലോസ്. കൂടാതെ തന്നെ റവന്യൂ 5% ഒരു സ്പൈക്ക് ഉണ്ട്. ആവറേജ് റവന്യൂ പെർ യൂസർ 177 രൂപ ആണുള്ളത്. എയർടെലൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എയർടെലിൻ്റെ ARPU എന്ന് പറയുന്നത് 250-ഉം ജിയോയുടെയും ഏകദേശം ഒരു സമാനമായൊരു വാല്യൂ ആണ് തന്നെയാണ് ഉള്ളത്. പോപ്പുലർ വെഹിക്കിൾ കമ്പനി 5 കോടി രൂപ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ഇത്തവണ 8 കോടി രൂപ ലോസാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മളുടെ നിഫ്റ്റിയുടെ എല്ലാം തന്നെ വാല്യൂസ് സെയിം, അതുപോലെ തന്നെ പ്രത്യേകിച്ച് വലിയ ചാഞ്ചാട്ടങ്ങളൊന്നും തന്നെ ഇല്ലാതെ 24,617 എന്ന നിലയിലാണ് നിഫ്റ്റി ഉള്ളത്. വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. നമ്മുടെ മാർക്കറ്റ് വെള്ളിയാഴ്ച ദിവസം അവധിയായിരുന്നു, എങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. മാർക്കറ്റ് അസോഫ്ന ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി തിങ്കളാഴ്ച ഏർലി മോർണിംഗ് ഏകദേശം ഒരു 6:30 കൂടിയിട്ട് നിഫ്റ്റി ഓപ്പൺ ആവും. അപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായില്ലെങ്കിൽ നമുക്ക് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഓപ്പണിംഗ് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. അടുത്ത ആഴ്ചയിൽ US സംബന്ധിച്ച് വലിയ മാർക്കറ്റിനെ പിടിച്ച് കുലുക്കത്തക്കവണ്ണമുള്ള ഈവൻറ്റുകളൊന്നും തന്നെ ഇല്ല. ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ മാത്രമാണ് ഉള്ളത്. എല്ലാ ബുധനാഴ്ചയാണ് ക്രൂഡ് ഓയിൽ ഇൻട്രീസ് വരുന്നത്. കമ്മോഡിറ്റിയിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കെല്ലാം തന്നെ വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ഡേറ്റയാണത്. അപ്പോൾ നമുക്ക് ഈ മാർക്കറ്റ് സമയത്ത് ബിസി ആണ്, എന്നാൽ നമ്മുടെ മാർക്കറ്റ് സമയത്തിന് ശേഷം ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. MCXൽ ക്രൂഡ് ട്രേഡ് ചെയ്യാം, ഗോൾഡ് ട്രേഡ് ചെയ്യാം. അപ്പോൾ അത് ഓഫീസ് ജോലിയുള്ള ആളുകൾക്കൊക്കെ അത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അങ്ങനെയുള്ള ട്രേഡാണ് കമ്മോഡിറ്റി ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്മോഡിറ്റിയിൽ നമ്മൾ ഡെറിവേറ്റീവ് നമ്മൾ ഡയറക്റ്റ് പോയി ക്രൂഡിനെ ബൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഡയറക്റ്റ് പോയി ഗോൾഡ് ബൈ ചെയ്യുകയോ ഒരു അസറ്റ് ക്ലാസ് എന്ന നിലയിലല്ല ബൈ ചെയ്യുന്നത്, മറിച്ച് ക്രൂഡിൻ്റെയും ഗോൾഡിൻ്റെയും ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകളാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്, സ്പെക്യുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിൻ്റെ അണ്ടറിലാണത് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ ഇന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രൂഡിൽ ട്രേഡ് ചെയ്യാൻ പറ്റും, ഗോൾഡിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് കമൻറ്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സെയിം ക്ലാസ് ഓഫ്ലൈനായിട്ടും നമ്മുടെ വരുന്ന ഞായറാഴ്ച അടുത്ത സൺഡേയിൽ കൊച്ചിയിൽ നമ്മുടെ ഓഫീസിൽ ഇരുന്ന് ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ചിലവിൽ അതും പഠിക്കാൻ സാധിക്കും. താല്പര്യമുള്ള ആളുകൾ ഫസ്റ്റ് കമൻറ്റിൽ നമ്പറുണ്ട്, കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ദിനങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു.